കോൺഗ്രസ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിലമ്പൂരിൽ മിന്നും വിജയം നേടിയിരിക്കുകയാണ്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഇനി വരുന്നത്. ആ കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയം അവരെ എത്രത്തോളം സ്വാധീനിക്കും? എല്ലാവരെയും ഞെട്ടിച്ചിട്ടില്ല. കടുത്ത ഇടതുപക്ഷ അനുഭാവികളെ മാത്രമാണ് ഈ റിസൾട്ട് ഞെട്ടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോഴുള്ളവർ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. ചില ആളുകൾക്ക് ഭൂരിപക്ഷം എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു കൺവിൻസിങ് മെജോറിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് തന്നെയാണ് കടുത്ത ഇടതുപക്ഷ അനുഭാവികളല്ലാത്ത എല്ലാവരും വിചാരിച്ചിരുന്നത്. പിന്നീട് കോൺഗ്രസിന് ഭാവിയിൽ ഗുണമുണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഇലക്ഷനിൽ കാണിച്ച ഐക്യം UDFിലും കോൺഗ്രസിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം അവർ കാണിച്ചാൽ 2026 UDFിൻ്റെ വർഷമായിരിക്കും, UDFിൻ്റെ ഗവൺമെൻറ് ആയിരിക്കും. പക്ഷേ അൻവർ എന്ന ഒരു നിർണായക ശക്തി അവിടെ ഉണ്ടായിരുന്നല്ലോ. അൻവർ പറയുകയാണ്, ഞാൻ പിടിച്ചത് മുഴുവൻ LDFിൻ്റെ വോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ LDFിൻ്റെ വോട്ട് വലിയ രീതിയിൽ അൻവറിലേക്ക് പോവുകയും അപ്പോൾ ഒരു UDFിനൊരു വിജയം നേടാൻ കഴിഞ്ഞു എന്നതല്ലേ അതിൻ്റെ ഒരു ചിത്രം? ഇതിനൊരു ശരാശരി രാഷ്ട്രീയക്കാരൻ്റെ ബുദ്ധി വെച്ച് ഒന്ന് വിലയിരുത്തിയാൽ അൻവർ പ്ലസ് LDF ഇതായിരുന്നു കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും തെരഞ്ഞെടുപ്പ് ഫലം. അതല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഇതൊരു പ്രോ UDF മണ്ഡലമാണ്, ഇതൊരു അടിയുറച്ച UDF മണ്ഡലമാണ്. അൻവർ പ്ലസ് LDF വന്നപ്പോൾ രണ്ടും കൂടി ചേർന്ന് UDFിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അവർ ജയിച്ചു എന്നല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലവുമല്ല, അൻവറിന് ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അൻവർ ഒറ്റയ്ക്ക് നിന്ന് ഇപ്പോൾ 20,000-ലധികം അടുത്ത് വോട്ട് നേടിയിട്ടുണ്ടല്ലോ. ഒരു ചെറിയ മീനല്ല അൻവർ. ജനാധിപത്യത്തിൽ എത്ര വോട്ട് കിട്ടി എന്ന് നോക്കിയിട്ടല്ല വിജയികളെ തീരുമാനിക്കുന്നത്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുകൾക്കാണ്. അൻവറിൻ്റെ ഒരു പോർഷൻ പിടിച്ചു, അതിനേക്കാളപ്പുറത്തേക്ക് അൻവറിന് പ്രസക്തിയില്ല. പക്ഷെ അൻവറിന്റെ ഇത്രയും വോട്ട് കണ്ടിട്ട് കോൺഗ്രസിന്റെ പല നേതാക്കളും അൻവറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടില്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രസ്താവനയ്ക്ക് കാരണം അൻവറിന്റെ ഇത്രയും വലിയൊരു വോട്ടുണ്ടല്ലോ അതല്ലേ. കാരണം കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വിലയിരുത്തിയിരുന്നത് 10,000-ൽ താഴെ വോട്ടാണ്. അവിടെ നിന്ന് ഇരട്ടിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ആളുകൾ അൻവറിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് 5,000-ൽ തുടങ്ങി 10,000, 15,000, 20,000 വരെയൊക്കെ ആയിരുന്നു. അൻവർ സ്വന്തം വിലയിരുത്തിയത് 75,000 വോട്ടാണെന്ന് നമ്മൾ മറക്കരുത്. 75,000 വോട്ട് തനിക്ക് കിട്ടുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അൻവറിന് ഇപ്പോൾ ഈ 15,000 അല്ലെങ്കിൽ 17,000 വോട്ട്, ഇപ്പോൾ 17,000 വോട്ടാണ് അൻവറിന് കിട്ടിയിട്ടുള്ളത്. അതിൽ പുള്ളി തൃപ്തനാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് 20,000 വോട്ട് അവർക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രതീക്ഷകൾക്ക് അതാണ് അപ്പോൾ അൻവറിലെ അവിടുത്തെ വലിയൊരു ശക്തിയായി മാറുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷ എല്ലാവർക്കും അവസാന നിമിഷം വരെ ജയിക്കുന്നവർക്കും. കാരണം ഇത് ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്, ആ വോട്ട് പെട്ടി പൊട്ടിച്ച് അത് എണ്ണി തിട്ടപ്പെടുത്തി അവസാനത്തെ ഒരു റിസൾട്ട് വരുന്നത് വരെ അവകാശവാദങ്ങൾ എല്ലാവർക്കും ആകാം. അത് കഴിയുമ്പോൾ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് കിട്ടിയതല്ല വിജയികളെ തീരുമാനിക്കുന്നത്. ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരാണ് ജയിക്കുന്നത്. പിന്നെ ചില മുഖങ്ങൾ പല രാഷ്ട്രീയക്കാരും എടുത്ത് പ്രയോഗിക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഇപ്പോൾ അൻവറിന് കിട്ടിയതും ഇടതുപക്ഷത്തിന് കിട്ടിയതും അല്ലെങ്കിൽ അൻവറിന് കിട്ടിയതും UDFിന് കിട്ടിയതും കൂട്ടിച്ചേർത്താൽ അതിനൊരു ഉത്തരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് ഞാൻ കണ്ടു. രാഷ്ട്രീയത്തിൽ 1 1 2 അല്ലെങ്കിൽ 2 1 3 അൻവറിൻ്റെതായ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് പരിപൂർണ രീതിയിൽ അൻവർ ശക്തി തെളിയിച്ചു എന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം അൻവർ അത്ര സജീവമായിരുന്നില്ല ക്യാമ്പയിനിൽ. അൻവറിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അത് സാധിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇടതുപക്ഷ സർക്കാരിനെ എതിരെ ഉള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടി അൻവറിനെ കൊണ്ട് കഴിയാൻ സാധിച്ചത് ചെയ്തു. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അൻവർ ഇനി UDFിന് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ചെയ്യണ്ട. ഒരു കാരണവശാലും അൻവറിനെ ഇനി ഇടതുപക്ഷത്തേക്ക് അവർ അടുപ്പിക്കില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷം അൻവറിനെ അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, അൻവർ തിരിച്ചിനി ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത് UDF വാതിൽ തുറക്കുമോ അടയ്ക്കുമോ ചാരുമോ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുമോ എന്നൊക്കെ വിശ്വസിച്ച് നിൽക്കാമെന്നുള്ളതാണ്. UDFിന് രാഷ്ട്രീയപരമായി അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഗുണം ചെയ്തു എന്നതിൽ തർക്കമില്ല.
പക്ഷെ ആത്യന്തികമായി അൻവറിനെ കൂടെ കൂട്ടാൻ ഇത് മതിയായ കാരണമാണോ എന്ന് ചോദിച്ചാൽ ഞാനല്ല എന്ന് പറയും. ഈ അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ഇത് വലിയൊരു ഊർജ്ജമായി മാറിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അവർ തുടർച്ചയായി തന്നെ 2 തവണ അധികാരത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 3ാമത്തെ തവണ ഇത്തരം ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം, ഈ വിജയത്തിലൂടെ അവർക്ക് 2026 അധികാരത്തിലെത്താൻ കഴിയുമോ? ട്രെൻഡ് അതാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിച്ചത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈ ഇലക്ഷൻസിൽ ജയിച്ചതെല്ലാം UDFിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. LDFിൻ്റെ സിറ്റിംഗ് സീറ്റിലും ആ ഒരു വിജയം അവർക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ രാഷ്ട്രീയത്തിലെ ട്രെൻഡ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം അങ്ങനെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ പോലും ഈ നിലമ്പൂർ വച്ച് കേരളത്തെ വിലയിരുത്താൻ കഴിയുമോ? ഈ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ നാം തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കും എത്തുമ്പോൾ BJP അവിടെ ഒരു പ്രധാന ശക്തി കൂടിയാണ്. അപ്പോൾ അവരെ കൂടി പരിഗണിക്കണ്ടേ? ഇലക്ഷനിൽ ഒരു ശരാശരി വോട്ടറുടെ മനസ്സിൽ ആദ്യം വരുന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രെൻഡിനൊപ്പം ആളുകൾ നിൽക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വളരെ ആഘോഷപൂർവ്വം BJP കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥിയാണ്. അതും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് പരമാവധി വോട്ടുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും നമ്മുടെ വോട്ടർമാർ വോട്ട് ചെയ്യില്ല. അടിയുറച്ച ആ പാർട്ടിക്കാർ, അത് CPMൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ലീഗിൻ്റെ ആണോ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ BJPയുടെ ആണെങ്കിലും അവർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നല്ലാതെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തോൽക്കുന്നൊരു ഘട്ടം വന്നാൽ ആളുകൾ മാറി ചിന്തിക്കും. അതുതന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം നമ്മൾ കണ്ടത്. വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായി നിൽക്കുന്നൊരു സമയത്ത് അപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ആ വോട്ടവകാശം പാഴാക്കാനായിട്ട് കേരളത്തിലെ ജനത നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് ഒരു അമിത ആത്മവിശ്വാസമായി മാറാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് നാം 2011 മുതലുള്ള ആ തെരഞ്ഞെടുപ്പ് പല ഉപതെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുക. ഒന്ന് നെയ്യാറ്റിൻകരയുണ്ട്, പിന്നീട് ഒന്ന് അരുവിക്കരയുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അന്ന് കോൺഗ്രസിനായിരുന്നു വലിയ വിജയം. പക്ഷെ 2016 ഇലക്ഷൻ വരുമ്പോൾ അവിടെ അധികാരത്തിൽ വരുന്നത് LDF ആണ്. അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നമുക്ക് ട്രെൻഡായി കണക്കാക്കാൻ കഴിയുമോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു ട്രെൻഡല്ല. പക്ഷേ നമ്മുടെ മുന്നിലുള്ള സമീപകാല ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അതാണ് സൂചിപ്പിച്ചത്. നെയ്യാറ്റിൻകരയും അരുവിക്കരയും അടക്കമുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും LDF ആണ് അധികാരത്തിൽ വന്നത്. അരുവിക്കരയുടെ എല്ലാം രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമായിരുന്നു. അരുവിക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം പുതുപ്പള്ളിയിലേതിന് സമാനമായ സാഹചര്യമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി മരിക്കുകയും അവരുടെ കുടുംബത്തിൽ നിന്നുള്ളൊരു ആൾ തന്നെ സ്ഥാനാർത്ഥിയായി വരികയും അവർ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ അതല്ല. പിന്നെ ഒരു ശരാശരി മലയാളി ചിന്തിക്കുന്നത് ഈ സർക്കാർ പരാജയപ്പെട്ട ഒരു സർക്കാരാണെന്നും ആ സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് നമ്മളാൽ കഴിയുന്നത് ചെയ്യണമെന്നും വിശ്വസിക്കുന്ന ശരാശരി ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവരുടെ വികാരം പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലിക്കും. അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് തൽക്കാലം UDF ആണോ അത്രയും നമ്മൾ കരുതിയാൽ മതി. പക്ഷേ LDFിൻ്റെ ശക്തി കേന്ദ്രമായ ചേലക്കരയിൽ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ UDFിൻ്റെ നാം ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, എല്ലാ കാലത്തും വിജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ്. കൃത്യമായി തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ LDFിൻ്റെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ പോയപ്പോൾ പരാജയപ്പെടുന്നത് കണ്ടു. അത് വച്ച് നമുക്ക് ഒരു മണ്ഡലം മാത്രം നമുക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുന്നിൽ നിർത്താൻ കഴിയുമോ എന്നാണ് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത്. സാമ്പിളിംഗ് ആയിട്ട് നമ്മൾ വയ്ക്കുന്നത് ഒരു മണ്ഡലമല്ല. ഞാൻ പൊതുവെ പറഞ്ഞ ട്രെൻഡിനെ കുറിച്ചാണ്. ചേലക്കര ഒരു വ്യത്യസ്ത സാഹചര്യം. അടിയുറച്ച അല്ലെങ്കിൽ 30,000-40,000 വോട്ടിൻ്റെ എല്ലാം ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം അതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് അത്രയ്ക്ക് തന്നെ പ്രാധാന്യം കേരളത്തിലെയും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരെ അത് ബുദ്ധിമുട്ടിക്കാത്തടത്തോളം കാലം അതിൻ്റേതായ പ്രാധാന്യം തന്നെ ഉള്ളൂ. പക്ഷേ പൊതുവികാരം, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യം അതാണ്, പൊതുവികാരം ഈ ഗവൺമെൻറ്റിനെതിരാണ്. ആ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അത് ഉടനീളം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടന്ന മണ്ഡലത്തിലാണ് പ്രതിഫലിച്ചതെങ്കിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ
വികാരം ഉള്ള വോട്ടർമാർ ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നാം കണ്ട കാഴ്ചയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല വരുന്നു, VD സതീശനെ കുറിച്ച് ചർച്ച വരുന്നു, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ എല്ലാ നേതാക്കളും രംഗത്ത് വരുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു. അപ്പോഴേക്കും ഇപ്പോൾ ഒരു വിജയമുണ്ടായി. ഇനി ഒരു ഐക്യം നമുക്ക് കാണാൻ കഴിയുമോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ വിജയത്തിന് പിന്നാലെയായിരുന്നു ഇത്തരം ചർച്ചകൾ ഉയർന്നു വന്നത്. ഇപ്പോൾ മറ്റൊരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ഒരു ഐക്യമാണോ തർക്കമാണോ രൂപപ്പെടാൻ സാധ്യത? ഭൈമി കാമുകന്മാർ ഒരുപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ഭരണം കിട്ടാൻ ഒരു സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും മന്ത്രിസ്ഥാനത്തേക്കും എല്ലാം ഇപ്പോഴേ കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത് ഒരു കെട്ടുറപ്പോടുകൂടി ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഇപ്പോൾ കാണിക്കുന്ന പോലത്തെ ഒരു കെട്ടുറപ്പോട് കൂടി, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതാണ്, കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോയാൽ UDF ഭരണം കിട്ടും. ആത്മവിശ്വാസം നല്ലതാണ്. അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് പോയി സ്വന്തം ചേരിയിലല്ലാത്തവരെ കാലുവാരി തോൽപ്പിക്കത്തിടത്തോളം കാലം, പണ്ട് കോൺഗ്രസ്സുകാർ അവരെക്കുറിച്ച് പറയുന്നൊരു പഴഞ്ചൊല്ല് പോലൊരു സാധനമുണ്ട്, കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കാൻ പുറത്തുനിന്ന് ആൾ വരണ്ട, കാരണം അവരുടെ കാര്യം അവർ തന്നെ നോക്കിക്കോളും. ആ രീതിയിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 26-ൽ ഒരു UDF ഭരണം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.